എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം +1 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് NSS ചേരാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് NSSൽ ചേർന്നാലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. NSS എന്ന് പറഞ്ഞാൽ നാഷണൽ സർവീസ് സ്കീമാണ്. ഇത് ഓരോ സ്കൂളിലും ഓരോ യൂണിറ്റാണ് ഉണ്ടാവുക. അതായത് ഓരോ യൂണിറ്റിലും 50 ആളുകൾ ഉണ്ടാവും. അപ്പം ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ ആളുകളെയും വോളണ്ടിയേഴ്സ് എന്നാണ് പറയുക. ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. ഇപ്പം ഇൻ്റർവ്യൂ ആയിരിക്കും ഒന്ന്, പിന്നെ നമുക്കൊരു സ്റ്റേജ് പ്രോഗ്രാം നൽകും. അതിനോട് നമ്മളെ പേടിയൊക്കെ ഒന്ന് മാറ്റാനുള്ള ഒരു പരിപാടിയാണ്. അപ്പം നമ്മളെ കഴിവ് അവിടെ പോയി നമ്മൾ അവതരിപ്പിക്കുക. അപ്പോൾ പാട്ടോ പ്രസംഗമോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടികൾ ഉണ്ടാവും. പിന്നെ പോരാത്തതിന് ഇനിയിപ്പം നിങ്ങൾക്ക് സ്കൂൾ തുറന്ന സമയത്തായിരിക്കും ഈ സ്വാതന്ത്ര്യദിനമൊക്കെ വരാൻ പോകുന്നത്, ഓഗസ്റ്റ് 15. അപ്പോൾ അതിൻ്റെ പരിപാടികളിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വരുന്നുണ്ടോ അതൊക്കെ നോക്കും. അങ്ങനെയൊക്കെ വന്നാൽ നമുക്കിത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സാർമാർ നല്ലോണം ശ്രദ്ധിക്കും. അതുപോലെ തന്നെ NSSൽ ചേർന്നാലുള്ള മറ്റൊരു ബെനിഫിറ്റാണ് നമുക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. ഈ ഗ്രേസ് മാർക്ക് +2ലാണ് ആഡ് ചെയ്യുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകദേശം 20-25 ഇടയിലാണ് ഗ്രേസ് മാർക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഒരു വിഷയത്തിന് നമുക്ക് A+ കിട്ടിയില്ലെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് കാരണം അത് നമുക്ക് A+ ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ തന്നെ 7 ദിവസത്തെ ക്യാമ്പും എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ തന്നെ നമുക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ 7 ദിവസത്തെ ക്യാമ്പ് നമുക്ക് സമ്മാനിക്കുക. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു വർഷം ഇത്ര ഹവർ കംപ്ലീറ്റ് ആക്കാനുണ്ടാവും. 100 സംതിങ് ഹവറാണ് ഉണ്ടാവുക. 2 വർഷം കൂടുമ്പം 200 സംതിങ് ഉണ്ടാവും. 240 250 അങ്ങനെ എന്തോ ആണ്. അപ്പം അത് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത് നമ്മൾ ഡയറിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതായത് ഒരു ഡയറി തരും. അതിൽ നമ്മളൊരു ഡയറി പോലെ തന്നെ എഴുതുക. പിന്നെ അതിൻ്റെ അടിയിൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവും. അവിടെ നമുക്ക് അതിനോട് ലഭിച്ച വ്യക്തിഗത വികസനം എന്ന് പറഞ്ഞ ഒരിതുണ്ടാവും. അപ്പോൾ നമുക്ക് ആ കാര്യം ചെയ്തതിലൂടെ എന്താണ് നമുക്ക് നേട്ടം ഉണ്ടായതെന്നും നമ്മൾ അവിടെ എഴുതി വെക്കുക. നേട്ടം എന്ന് ഉദ്ദേശിച്ചത് നമുക്കിപ്പം ധൈര്യം കൂടി, പിന്നെ അതുപോലെ തന്നെ ആളുകളെ ഇതിനെക്കുറിച്ച് മനസ്സിലായി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ പൊതുവെ ക്ലീനിങ് മാത്രമല്ല ഇതിലുണ്ടാവുക. നമുക്കിപ്പം വേറെ കുറേ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്വാതന്ത്ര്യദിനം പോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. ഏതെങ്കിലും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്യാമ്പുകൾ ഉണ്ടാവും, ഈ രക്തദാന ക്യാമ്പ്, പിന്നെ ഈ കിഡ്നിയൊക്കെ പരിശോധിക്കുന്ന ക്യാമ്പ്, അതിലൊക്കെ നമ്മൾ പങ്കെടുക്കും. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ക്യാമ്പ് തന്നെ. ആ മാർക്കിനൊക്കെ ഉപരി ആ 7 ദിവസത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ തന്നെ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും. അത്രക്കും അടിപൊളിയായിരിക്കും. ആ 7 ദിവസത്തെ ക്യാമ്പിൽ എന്ന് പറഞ്ഞാൽ 7 ഗ്രൂപ്പുകളോ 6 ഗ്രൂപ്പുകളോ എന്തോ ഉണ്ടാവും. അതിൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ഒരാൾ മെസ്സായിരിക്കും. അങ്ങനെ NSSന് എല്ലാവരും കൊടുക്കാൻ ശ്രമിക്കുക. ആരും വെറുതെ ഒഴിവാക്കിയിടരുത്. കാരണം അത്രക്കും അടിപൊളി പരിപാടി തന്നെ. മാർക്കിൻ്റെ കാര്യമായാലും എൻജോയ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യമായാലും. അപ്പോൾ അത്രയൊക്കെയാണ് NSSനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.